എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിലൂടെ പഠിക്കാവുന്ന നമ്മുടെ 33ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളാണ് പഠിക്കാൻ പോകുന്നത്. ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന ആദ്യത്തെ വാക്കാണ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുപ്രഭാതം അല്ലെങ്കിൽ സുപ്രഭാതം എന്ന് പറയും. ഗുഡ് മോർണിംഗ്. ഉറക്കം എഴുന്നേൽക്കുമ്പോൾ വേക്ക് അപ്പ് എന്ന് പറയും. എഴുന്നേൽക്കുക എന്നതിന് വേക്ക് അപ്പ്. ഉറക്കം എഴുന്നേൽക്കുക എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വേർഡാണ് വേക്ക് അപ്പ്. പല്ല് തേക്കൂ. ബ്രഷ് യുവർ ടീത്ത്. ബ്രഷ് യുവർ ടീത്ത്. പല്ല് തേക്കുക. ടേക്ക് എ ബാത്ത്. ടേക്ക് എ ബാത്ത്. കുളിക്കുക എന്നതിന്റെ അർത്ഥമാണ് ടേക്ക് എ ബാത്ത്. ഇനി നമ്മൾ മറ്റൊരാളോട് വേഗം റെഡി ആവാൻ പറയുമ്പോൾ ഗെറ്റ് റെഡി ഫാസ്റ്റ്. പെട്ടെന്ന് തയ്യാറാവും. ഗെറ്റ് റെഡി ഫാസ്റ്റ്. ഞാൻ വൈകുന്നു എന്നതിന് ഐ ആം ഗെറ്റിംഗ് ലേറ്റ്. ഞാൻ വൈകുന്നു എന്നതിന് ഐ ആം ഗെറ്റിംഗ് ലേറ്റ്. ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. പ്രഭാത ഭക്ഷണം കഴിച്ചു എന്നതിന് ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. നീ നിന്റെ ബാഗ് മറക്കരുത് എന്നതിന് ഡോണ്ട് ഫോർഗെറ്റ് യുവർ ബാഗ്. ബാഗ് മറക്കരുത് എന്നതിന് ഡോണ്ട് ഫോർഗെറ്റ് യുവർ ബാഗ്. ഞാൻ പോകുന്നു എന്നതിന് ഐ ആം ലീവിങ്. ഞാൻ പോകുന്നു എന്നതിന് ഐ ആം ലീവിങ്. നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക എന്നതിന് ടേക്ക് കെയർ. ഐ എം ഹോം. ഞാൻ വീട്ടിലുണ്ട്. ഐ എം ഹോം. ഞാൻ വീട്ടിലുണ്ട്. വാട്ട്സ് ഫോർ ഡിന്നർ. അത്താഴത്തിന് എന്താണുള്ളത്, അതായത് രാത്രി കഴിക്കാനുള്ള ഭക്ഷണത്തിന്. വാട്ട്സ് ഫോർ ഡിന്നർ. അത്താഴത്തിന് എന്താണ് ഉള്ളത്. ഞാൻ ക്ഷീണിതനാണ് എന്നതിന് ഐ ആം ടയേർഡ്. ഞാൻ ക്ഷീണിതനാണ് എന്നതിന് ഐ ആം ടയേർഡ്. ഗുഡ് നൈറ്റ്. നമ്മൾ രാത്രി ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പോയി കിടക്കുമ്പോൾ മാത്രമാണ് ഗുഡ് നൈറ്റ് പറയുക. അല്ലാതെ വൈകിട്ട് ഒരു 7 മണിക്കൊക്കെയാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം ഒരാളെ കാണുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന വേർഡ് ഗുഡ് ഈവനിങ് ആണ്. ഗുഡ് ഈവനിങ്. പലരും ഗുഡ് ഈവനിങ് തെറ്റിയിട്ട് ഗുഡ് നൈറ്റ് പറയാറുണ്ട്. അതങ്ങനെയല്ല. ഒരാളായിട്ട് സംസാരിച്ച് പിരിയുമ്പോൾ അല്ലെങ്കിൽ അവസാനിപ്പിക്കുമ്പോഴാണ്, രാത്രിയാണ് അവസാനിപ്പിക്കുന്നതെങ്കിൽ ഗുഡ് നൈറ്റ്. നല്ല രാത്രി നേരുന്നു എന്നാണ് ഗുഡ് നൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയുമല്ലോ, അതിന് സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. വെളിച്ചം അണയ്ക്കൂ. സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും പഠിക്കുന്നു എന്ന് വിചാരിക്കുന്നു, ഷെയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.